ഹലോ, നല്ല നമസ്കാരം. മാമൻ ഒറ്റവാക്കിൽ പറഞ്ഞാൽ പെയിൻഫുൾ ഡ്രാമ. ആനന്ദം, ആകാശദൂത്, രാപ്പകൽ പോലുള്ള സിനിമകൾ കണ്ടിട്ട് നമ്മൾ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിനുള്ളിൽ അകത്തേക്കൊരു പെയിൻ അനുഭവപ്പെടത്തില്ലേ? അതേ സാധനമാണ് എനിക്ക് ഈ സിനിമ കണ്ടിട്ട് പുറത്തേക്ക് വന്നപ്പോൾ തോന്നിയത്. ഒരു പ്രത്യേക ഫീല്, കരയിപ്പിച്ച് കളഞ്ഞു പുല്ല്. മൊത്തത്തിൽ ഒരു ഫീൽ ഉണ്ടാക്കാൻ പ്രശാന്ത് പാണ്ഡ്യരാജന് ഇമോഷൻസ് നന്നായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു 100% ആയിട്ടുള്ള ഒരു ഇമോഷൻസ് സിനിമയായിട്ട് എനിക്കിത് ഫീൽ ചെയ്തു. ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർ ഒന്നിൽ കർച്ചീഫോ അല്ലെങ്കിൽ വല്ല തൂവാലയോ അതല്ലെങ്കിൽ ടിഷ്യൂ ഒക്കെ കൊണ്ട് മാത്രമേ ഈ സിനിമയ്ക്ക് പോകാവൂ. പിന്നെ ഈ സിനിമ ചിലപ്പോൾ 2K കിഡ്സിനൊക്കെ ഒന്നും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. അതോടൊപ്പം തന്നെ ഈ ന്യൂക്ലിയർ ഫാമിലിക്കും ഈ സിനിമ ഇഷ്ടപ്പെടാൻ സാധ്യത വളരെ കുറവായിട്ട് എനിക്ക് തോന്നി. ഒരുപാട് ഉറൈവകൾ ബന്ധങ്ങളെ കുറിച്ച് പറയുന്ന ഒരു സിനിമയാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അക്കയും തമ്പിയും, അപ്പനും അമ്മയും, മാമനും മച്ചാനും, അങ്ങനെ റിലേഷൻഷിപ്പിൻ്റെ ഒരുപാട് ലെയർ ഈ സിനിമയിലേക്ക് കടന്നു വരുന്നുണ്ട്. ഈ സിനിമയുടെ അകത്തൊക്കെ എനിക്ക് തോന്നിയത് ബന്ധങ്ങളും ബന്ധനങ്ങളുമാണ് ഈ സിനിമയുടെ ഒരു പ്ലോട്ടായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഇതിൻ്റെ പോസിറ്റീവാണ് ഞാൻ പറയുന്നത്. സൂര്യയുടെ ലെവലുണ്ടല്ലോ, വേറെ ലെവലാണ്. പുള്ളിക്കാരൻ ഈ വിടുതലെ, കെട്ടുകാലി, അതോടൊപ്പം തന്നെ ഗരുഡൻ, അങ്ങനെയുള്ള സിനിമകളിൽ നിന്നൊക്കെ വളരെയധികം വ്യത്യസ്തമായിട്ടാണ് ഇതിൻ്റെ ആക്ടിങ് മെത്തേഡ് പുള്ളിക്കാരൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു തായ്മാമൻ്റെ ബോണ്ടിങ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കൃത്യമായിട്ട് പുള്ളിക്കാരൻ ഇതിൽ കാണിച്ചു തരുന്നുണ്ട് നമുക്ക്. ഈ ഇമോഷൻസൊക്കെ നന്നായിട്ട് പുള്ളിക്കാരൻ ഡെലിവറി ചെയ്യാൻ സാധിച്ചത് ഒരുപക്ഷെ സൂര്യയുടെ തന്നെ കഥ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. പക്ഷേ പുള്ളിക്കാരൻ്റെ ആ ഒരു റേഞ്ച് ഉണ്ടല്ലോ, പെർഫോമൻസിൻ്റെ കാര്യത്തിലുള്ള ആ ഒരു റേഞ്ച് ഉണ്ടല്ലോ, ഇമോഷൻസൊക്കെ വളരെയധികം ബെസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം പുള്ളിക്കാരനൊക്കെ ഇത്ര റേഞ്ച് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു സാധനം ഈ സിനിമയിലുണ്ട്. പിന്നെ സ്വാസികയുടെ ഒരു പെർഫോമൻസ്, ഒരു അക്കയായിട്ട്, ഒരു ഭാര്യയായിട്ട്, ഒരു അമ്മയായിട്ട്, അങ്ങനെയൊക്കെ ആ സ്വാസികയുടെ ഒരു റേഞ്ച് ഉണ്ടല്ലോ, മൊത്തത്തിൽ മാറുന്ന ഒരു രീതി നന്നായിട്ട് പുള്ളിക്കാരിക്ക് പിന്നെ ഗിരിജ എന്ന കഥാപാത്രത്തിലൂടെ പുള്ളിക്കാരിക്ക് ഡെലിവറി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാജ്കിരണിനെ പോലുള്ള ഒരു വലിയ നടൻ്റെ പ്രസൻസ് ഈ സിനിമയെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും അദ്ദേഹം എത്ര വലിയൊരു നടനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതോടൊപ്പം തന്നെ ഐശ്വര്യ ലക്ഷ്മിയുടെ ക്യാരക്ടർ, എനിക്കാണെങ്കിൽ പുള്ളിക്കാരുടെ ക്യൂട്ട്നെസ് ഒക്കെ ചിലതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഓക്കെയാണ്. അവരുടെ ആ ലവ് സീനൊക്കെ ബെസ്റ്റാണ്. ചില സ്ഥലങ്ങളിൽ ബോറാണ്. പ്രത്യേകിച്ച് ആ ഫസ്റ്റ് നൈറ്റുള്ള ആ കൊച്ചു കുട്ടിയുമായിട്ടുള്ള കുറേ സീനുകളൊക്കെ ഉണ്ടല്ലോ, ക്രിഞ്ചടിച്ച് എനിക്കാണെങ്കിൽ ഭ്രാന്തായ ആ ചില സീനുകളൊക്കെ കണ്ടപ്പോൾ. ആവശ്യത്തിന് ക്യൂട്ട്നെസ് ഒക്കെ ഇടാം, കുഴപ്പമില്ല. പക്ഷേ ചില സ്ഥലത്തൊക്കെ വെറും ബോറായിട്ട് എനിക്ക് തോന്നി. ഓക്കെ. പിന്നെ നമ്മുടെ മനസ്സിനകത്ത് നിൽക്കുന്ന കുറേ കഥാപാത്രങ്ങൾ, കുറേ ചില സാധനങ്ങളെ പിന്നെ ചില സാധനങ്ങളെ പിന്നെ സീല് ചെയ്ത് തരാൻ സൂര്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ബെസ്റ്റായിട്ട് എനിക്ക് തോന്നി. ആ ഫസ്റ്റ് ഹാഫ് വരെയുള്ള ആ ഒരു സംഭവങ്ങൾ, കുറേ സാധനങ്ങളൊക്കെ നന്നായിട്ട് ബിൽഡ് ചെയ്ത് എടുത്തു കൊണ്ടുവരാനും, ആ ഒരു പാസ് നന്നായിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഉണ്ടല്ലോ, അവസാന സമയത്തുണ്ടല്ലോ, ഫൈനൽ കട്ടിൽ വരുന്ന സമയത്ത് കൊണ്ട് കല ഉടച്ചു കളഞ്ഞു എന്നെനിക്ക് തോന്നി. അത് തിരക്കഥയുടെ ഒരു ചെറിയ പ്രശ്നമായിരിക്കാം, ചിലപ്പോൾ എഡിറ്റിങ്ങിൻ്റെ ചിലപ്പോൾ പ്രശ്നമായിരിക്കാം എന്നെനിക്ക് തോന്നി. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നല്ല കിടിലമായിരുന്നു. ഒരു പാട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. മറ്റു പാട്ടുകളൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. മൊത്തത്തിൽ ഈ സിനിമ നമുക്ക് ഒരു പ്രാവശ്യം കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. സിനിമയുടെ എഡിറ്റിങ്ങിലെ ചില മിസ്റ്റേക്കുകളും അതോടൊപ്പം തന്നെ പെർഫോമൻസൊക്കെ മൊത്തത്തിലൊക്കെ കൊള്ളാം. തിരക്കഥ ആ ഫൈനൽ എത്തുമ്പോൾ ഒരു ബന്ധമില്ലാത്ത രീതിയിലേക്ക്, ഒരു ബോണ്ടിങ് ഇല്ലാത്ത രീതിയിൽ, അതുവരെയും നന്നായിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന സാധനത്തെ ബോണ്ടിങ് ഇല്ലാതെ
അവസാനം കൊണ്ട് എൻ്റെ പഞ്ച് ഇത്തിരി മോശമായി പോയി എന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നി. പക്ഷേ ഒരു തവണ കാണാൻ പറ്റിയ ഒരു നല്ല ഒരു ഫാമിലി ഇമോഷൻ ഡ്രാമയാണ് മാമൻ എന്ന് പറയാം. തീർച്ചയായും ഒരു തവണ കാണാൻ പറ്റുന്ന ഒരു കുഴപ്പമില്ലാത്തൊരു സിനിമയാണ് ആയിട്ടാണ് എനിക്ക് ഈ സിനിമ ഫീൽ ചെയ്തത്. ഒരു അവസാനത്തെ ഒരു ലാപ്പ് മാത്രമാണ് എനിക്ക് ചെറിയൊരു മിസ്റ്റേക്കായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഐശ്വര്യലക്ഷ്മിയുടെ പെർഫോമൻസും അല്പം ഇതായിട്ട് തോന്നി. പിന്നെ സെക്കൻഡ് ഹാഫിലുള്ള ചില വലിച്ചലും ആ ഒരു ഇഴച്ചിലും മാത്രമാണ് ഇതിൻ്റെ ഒരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയത്. ബാക്കിയെല്ലാം ഓക്കെ, പെർഫെക്റ്റാണ്. ഒരു കിടലം ഒരു ഫാമിലി ഡ്രാമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ, താങ്ക് യു.